ഇന്ത്യയെ തകർക്കാനും ഇന്ത്യക്ക് മേൽ കരിനിഴൽ വീഴ്ത്താനും ഡൊണാൾഡ് ട്രംപ് പഠിച്ച മണി 18 നോക്കുകയാണ് എന്ന് നമുക്ക് കൃത്യമായി അറിയാം. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ താരിഫ് ചുമത്തുന്നു. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു ധിക്കാരി രാജ്യമാണെന്ന് ഡൊണാൾഡ് ട്രംപ് പറയാതെ പറഞ്ഞു വെക്കുകയാണ്. അതിനുശേഷം ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന ഒരു വലിയ വാദമാണ് റഷ്യയുടെ യുദ്ധത്തെ, യുക്രൈനിൽ അടിക്കാനുള്ള യുദ്ധത്തെ ഇന്ത്യ ഫണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമായും പറഞ്ഞത്. യാതൊരുവിധ കഴമ്പുമില്ലാത്ത ആരോപണമാണ് ഇത് എന്ന് ഇന്ത്യ കൃത്യമായി ഇപ്പോൾ തിരിച്ചടിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ വാദം ഇപ്പോൾ ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യക്കെതിരെ വിഷം വമിപ്പിച്ചിരിക്കുകയാണ് ബ്രിട്ടനിലെ മുൻ ഭരണാധികാരിയും. എന്തായാലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി പുടിൻ്റെ ക്രൂരമായ യുദ്ധത്തിന് ഇന്ത്യ ധനസഹായം നൽകിയെന്ന് ആരോപിച്ച് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള ബോറിസ് ജോൺസൺ ബുധനാഴ്ച ഇന്ത്യക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ അധിക തീരുവ ചുമത്താനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ തീരുമാനത്തെയും ഇയാൾ പരസ്യമായി പിന്തുണച്ചു. എന്തായാലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്നതിന് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക തീരുവ ചുമത്തുമെന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ബുധനാഴ്ച ഒപ്പുവെച്ചു. ഈ തീരുമാനത്തോടെ US ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള മൊത്തം തീരുവ ഇപ്പോൾ 50% ഉയർന്നിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യയുടെ മേലുള്ള താരിഫുകളെക്കുറിച്ച് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ എക്സിൽ ഇങ്ങനെയാണ് കുറിച്ചിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ധീരവും തത്വാധിഷ്ഠിതവും യുക്തിസഹവുമായിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചു. ഒടുവിൽ പുടിൻ്റെ ക്രൂരമായ യുദ്ധതന്ത്രത്തിന് ധനസഹായം നൽകിയ രാജ്യങ്ങളെ റഷ്യൻ എണ്ണയും വാതകവും വാങ്ങി അദ്ദേഹം ശിക്ഷിച്ചു. ബ്രിട്ടനിലും യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങൾക്കും ഇത് ചെയ്യാൻ എപ്പോഴാണ് ധൈര്യം വരിക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രസകരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയട്ടെ, യൂറോപ്പാണ് റഷ്യയുടെ കയ്യിൽ നിന്ന് ഏറ്റവും അധികം എണ്ണ വാങ്ങിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ എസ് ജയശങ്കർ അല്ലെങ്കിൽ സുബ്രഹ്മണ്യം ജയശങ്കർ, നമ്മുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കരുതെന്ന് പറയുന്നു, എന്നാൽ ഇന്ത്യ ഒരു മാസം വാങ്ങിക്കുന്ന എണ്ണ നിങ്ങൾ ഒരു ദിവസം, ഒരു പകുതി ദിവസത്തിൽ നിങ്ങൾ റഷ്യയുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും യൂറോപ്യൻ നേതാക്കളെ ലക്ഷ്യമിട്ട് ബോറിസ് ജോൺസൺ പറയുന്നത് യൂറോപ്യന്മാർ ട്രംപിനെ കുറിച്ച് പരാതിപ്പെടാനും അദ്ദേഹം റഷ്യയോട് മൃദുവാണെന്ന് അവകാശപ്പെടാനും ഇഷ്ടപ്പെടുന്നു. എന്നാൽ 3 വർഷത്തിന് ശേഷം പുടിൻ്റെ വംശഹത്യയ്ക്ക് ഇന്ത്യയെ ഒടുവിൽ വില നൽകേണ്ടി വന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ കാലഘട്ടത്തിലാണ്. ഇതിനെക്കുറിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ അഭിപ്രായം, നിലവിലുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ അഭിപ്രായം, കെയർ സ്റ്റാർമറിൻ്റെ അഭിപ്രായം എന്താണ്? ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇന്ത്യ ഇപ്പോൾ UK-യുമായി ശക്തമായിട്ടുള്ളൊരു വ്യാപാര കരാർ ഏർപ്പെട്ടിരിക്കുകയാണ്. ട്രംപിന് അതിൽ വലിയ കണ്ണുകടിയുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തനിക്ക് കിട്ടേണ്ട കരാർ മറ്റൊരാൾക്ക് കിട്ടിയതിൽ ട്രംപ് വലിയ രീതിയിൽ അസ്വസ്ഥനാണ്. അതുകൊണ്ട് UK-യും ഇന്ത്യയുമായിട്ടുള്ളൊരു ബന്ധം കൂടെ ഉലയ്ക്കാനും ട്രംപ് ഇതിലൂടെ ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ത്യ ട്രംപിൻ്റെ സകല കാര്യങ്ങളും വഴങ്ങാൻ വിസമ്മതിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ റഷ്യ വാറിന് ഫണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അതുകൂടെ ആ ഒരു പ്രേക്ഷകരുടെ ആ ഒരു സംശയം കൂടെ നമുക്ക് തീർത്തു പോവാം. എന്തായാലും ഫ്രം ഡിസംബർ 2022 ടു 2025, ഡിസംബർ 2022 മുതൽ 2025 വരെ ചൈന 47% റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ വാങ്ങാനായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യ 38%, വെറും 38%. ചൈനയാണ് ഏറ്റവും കൂടുതൽ, ഇന്ത്യ 38%. എന്തായാലും യൂറോപ്യൻ യൂണിയനും തുർക്കിയും 6% എണ്ണ റഷ്യയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ സുപ്രധാനമായി നമ്മൾ എടുത്തു കാണേണ്ട കാര്യം. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ഗ്യാസ്, യൂറോപ്പ് സ്റ്റിൽ stops the list. In June, the EU paid 1.2 billion for Russian gas. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ജൂണിൽ മാത്രം 1.2 ബില്യൺ ആണ് റഷ്യയ്ക്ക് യൂറോപ്യൻ യൂണിയൻ എണ്ണയ്ക്കായി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ തുക റഷ്യ യുദ്ധത്തിന് ഉപയോഗിക്കില്ലേ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഫ്രാൻസ്, ഹംഗറി, നെതർലാൻഡ്സ് ഓൾ മേജർ ബയേഴ്സ്, അതായത് ഫ്രാൻസ്, ഹംഗറി, നെതർലാൻഡ്സ് എല്ലാം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇന്ത്യ സീറോ റഷ്യൻ ഗ്യാസ്, സീറോ റിഫൈൻഡ് റഷ്യൻ ഫ്യൂവൽ എന്നുള്ളതാണ് ഇവരുടെ ആപ്തവാക്യം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യ വളരാൻ പാടില്ല, ഇന്ത്യയെ തകർക്കണം. ഒരു ശക്തനായിട്ടുള്ള ഭരണാധികാരി വന്ന് ഇന്ത്യ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നടത്തി കുതിച്ചു കയറുന്നത് കാണുമ്പോൾ ഇന്ത്യ ഇങ്ങനെ വളർന്നു പോയി കഴിഞ്ഞാൽ ഇന്ത്യ ഏത് ലെവലിൽ ചെന്ന് നിൽക്കും, അത് ഞങ്ങൾക്കെല്ലാം ഒരു ഭീഷണിയായി മാറുമെന്നുള്ളതാണ് ഇവരുടെ കൃത്യമായിട്ടുള്ള, ഇവരുടെ വലിയ രീതിയിലുള്ള ആശങ്ക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.